28 ഏപ്രിൽ 2024 എഴുതുന്നത്. ഈ ഏപ്രിലിൽ കാശ്മീർ യാത്രയ്ക്ക് പോകാൻ എനിക്ക് തരപ്പെട്ടു. ഏറെ നാളുകളായി പലരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ യാത്ര ഉരുത്തിരിഞ്ഞു വന്നത്. അങ്ങനെ ഏവരുമായി യാത്ര ആരംഭിച്ചു. നീണ്ട ഒരു വിമാനയാത്ര. ശ്രീനഗറിൽ നമ്മളെല്ലാവരും എത്തി. ഡ്രൈവർ ഒരു ഫിറോസ് ഭായ് എന്ന ചേട്ടനായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ, 3 മക്കൾ, പിന്നെ മാതാപിതാക്കൾ ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ടൂർ ദിനങ്ങളിൽ നമ്മുടെ ഡ്രൈവറും വഴികാട്ടിയും എല്ലാം. എയർപോർട്ടിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിരുന്നു. ഒരു കൊച്ചു എയർപോർട്ടാണ് ശ്രീനഗറിലെ എയർപോർട്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്. പക്ഷേ എയർപോർട്ട് പരിസരം കഴിയുന്നതോടെ നമ്മുടെ ഇന്ത്യയുടെ തനതായ വൃത്തിഹീനമായ അന്തരീക്ഷം സംജാതമായി തുടങ്ങി. എങ്ങും പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും, പോരാത്തതിന് മഴ പെയ്ത് ചെളിമയവും ആയിരുന്നു. അങ്ങനെ ഫെറാൻ എന്ന് പറയുന്ന ഒരു തരം കമ്പിളി പോലത്തെ ഇരുണ്ട നിറത്തിലുള്ള മാക്സി പോലത്തെ വസ്ത്രം ധരിച്ച ഒത്തിരി കാശ്മീരി ആണുങ്ങളെ കാണാൻ ഇടയായി. അവരുടെ വേഷവിധാനം ഇങ്ങനെയാണ്. അപ്പോൾ ഈ വസ്ത്രത്തിനുള്ളിൽ ഇവർ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് കൈയൊക്കെ പോക്കറ്റിൻ്റെ അകത്ത് വെച്ചാണ് നടക്കാറുള്ളത്. പക്ഷേ ഈ ഫെറാൻ എന്ന് പറയുന്ന മാക്സി പോലത്തെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ മിക്കവരും ഒന്നുകിൽ ഒരു കൈ അല്ലെങ്കിൽ 2 കൈയും ഈ ഫെറാൻ എന്ന് പറയുന്ന മാക്സി പോലത്തെ ഉടുപ്പിൻ്റെ അകത്തുള്ള അവരിട്ടിട്ടുള്ള പാൻറ്റിൻ്റെ അകത്തേക്ക് കൈ കയറ്റി വെച്ച്, ഒരു പക്ഷേ തണുപ്പായതുകൊണ്ടായിരിക്കാം അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ വിചാരിച്ചു, അയ്യോ കാശ്മീരികളെ ആണുങ്ങൾ മൊത്തവും വികലാംഗരാണല്ലോ, യുദ്ധമൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്ന് കരുതി. അപ്പോൾ നമ്മൾ ഈ ഫിറോസ് ചേട്ടനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ, ഇവർക്ക് ഒരു കൈയേ ഉള്ളോ, 2 കൈ ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ സംശയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെയുള്ളവർക്ക് എന്താണെന്ന് പറഞ്ഞുകൂടാ, അവർക്ക് ഇതാണ് ഒരു സ്റ്റൈൽ. അവർക്ക് വികലാംഗരൊന്നുമല്ല, അവർക്ക് കൈയൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഈ മാക്സിക്കുള്ളിൽ പോക്കറ്റിൽ ഇങ്ങനെ ആ പാൻറ്റിനുള്ളിൽ, മാക്സിക്കുള്ളിൽ അവർ ഷർട്ടും പാൻറ്റും ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പാൻറ്റിനുള്ളിൽ പോക്കറ്റിൽ ഒരു കൈ അല്ലെങ്കിൽ 2 കൈ ഇട്ട് നടക്കും. അപ്പോൾ ഈ പുറത്തിട്ടിരിക്കുന്ന മാക്സിയിലെ 2 കൈ കയറ്റേണ്ട ആ അറകളുണ്ടല്ലോ, ഇങ്ങനെ ലൂസായി കൈ ഇല്ലാത്തവരെ പോലെ നടക്കുന്നതാണ്. അത് ഇവിടുത്തെ എന്തോ ഒരു സ്റ്റൈലായിരിക്കാം, അറിയില്ല എന്നിങ്ങനെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. പിന്നെ കണ്ട മറ്റൊരു പ്രതിഭാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാശ്മീരികൾ എല്ലാവരിൽ നിന്നും ടിപ്സ് ചോദിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ കയറി തുണി വാങ്ങിയാൽ പോലും ആ തുണികളെ പറ്റി നമുക്ക് വിശദീകരിച്ച് തരുന്ന ആ പയ്യന് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ട് കൊടുക്കണം. ഇത് ഞാൻ കടയ്ക്കകത്ത് ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ നമ്മൾ പുറത്ത് ചായ വിൽക്കുന്ന ചേട്ടനാണെങ്കിലും എല്ലാവർക്കും കൊടുക്കും. അത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ ഒരു അരോചകമായിട്ട് നമുക്കത് തോന്നും. നമ്മളുടെ തന്നെ രാജ്യത്ത് നമ്മൾ വിദേശികളൊന്നും അല്ലല്ലോ, പക്ഷെ അവർ നമ്മളെന്തോ ടൂറിസ്റ്റാണ്, വിദേശികളാണ് എന്നുള്ളൊരു മട്ടിൽ നമ്മളുടെ നിന്ന് അവരിങ്ങനെ ടിപ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു വഴി പറഞ്ഞു തന്നാലോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും അവരിങ്ങനെ ടിപ്സ് ചോദിക്കും. ഇപ്പം നമ്മൾ ഒരു പൂന്തോട്ടം കാണാൻ, അവിടെ ഗാർഡൻസ് ഉണ്ട്. ശ്രീനഗറിൽ മൊത്തവും ഗാർഡനുകളാണ് കാണാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നാലും അവിടുത്തെ പണിക്കാരും എല്ലാം എന്തെങ്കിലും ബക്ഷീഷ് തരണേ, അതായത് ടിപ്പ് തരണേ, സംഭാവന തരണേ, ഇങ്ങനെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾക്ക് പറയേണ്ടി വന്നു, നിങ്ങളുടെ ഈ സ്ഥലത്തെ ആൾക്കാരാണ്, നിങ്ങളെക്കുറിച്ച് നമുക്കൊരു മോശമായ ചിന്ത ഒന്നും നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ മനോഹരമായ സ്ഥലത്തുള്ള മനോഹരമായ ആൾക്കാരല്ലേ നിങ്ങൾ, ഇങ്ങനെ നമ്മളുടെ അടുത്ത് ടിപ്സ് ചോദിച്ചാലോ, നമ്മളൊക്കെ ഒരേ രാജ്യക്കാരല്ലേ ഒന്നുമില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ചോദിക്കരുത്. നമ്മളിവിടെ വിദേശികളായിട്ടല്ലല്ലോ വരുന്നത്, നമ്മൾ നമ്മുടെ തന്നെ നാട് കാണാൻ വരുന്നവരല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പേരൊക്കെ തിരിച്ച് അങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം ഞാൻ കാശ്മീരിൽ ചെന്നപ്പോഴാണ് കണ്ടത്. അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പോഴത്തേക്കും ഇതുപോലെ ടിപ്പ് ചോദിച്ച് നമ്മളുടെ പറയാൻ നടക്കുന്ന ഒരു സ്ഥലത്തെയും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ അകത്തുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റോഡിൽ ട്രാഫിക് പോലീസ് പകൽ തന്നെ ബുക്കും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ കൈക്കൂലി ചോദിക്കുകയാണ്.
പട്ടാപ്പകൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടനോടും ഇതുപോലെ കൈക്കൂലി ചോദിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ക്യൂകളിൽ നീണ്ട് നിവർന്ന് നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. ഇങ്ങനെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കോ പോകുന്ന ആ വഴികളിൽ നമ്മളിങ്ങനെ കിടക്കേണ്ടി വരും. ഈ കൈക്കൂലി കൊടുക്കാതെ അവർ നമ്മളെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രാഫിക് സിഗ്നൽസ് ആരും തന്നെ പാലിക്കുന്നില്ല. അതായത് നമ്മളുടെ ഇവിടെ പാലിക്കുന്നുണ്ട് എന്നല്ല, പക്ഷെ നമ്മളുടെ ഇവിടെ നന്നായിട്ട് പാലിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ചുവന്ന സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തല്ല, ഒറ്റ സ്ഥലങ്ങളിൽ പോലും ഈ വണ്ടിക്കാർ നിർത്താതെ അങ്ങ് സിഗ്നൽ ഇല്ലാത്തപ്പോൾ എങ്ങനെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് അതുപോലെ അങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ് ആ നാട്ടിൽ. പിന്നെ മിക്ക സ്ഥലങ്ങളിലും പട്ടാളക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. അതിപ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലായാലും ഇവരായിരിക്കും ടൂറിസ്റ്റുകൾക്ക് പാസ് ടിക്കറ്റൊക്കെ നൽകുക. ചില പട്ടാളക്കാർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പോസൊക്കെ ചെയ്തു തരും, ഫോട്ടോ അവരുടെ ഒപ്പം എടുക്കാൻ. ചിലവർ പറയും യൂണിഫോമിൽ നമുക്കങ്ങനെ പറ്റില്ല, അത് നിയമവിരുദ്ധമാണ് എന്നെല്ലാം. ഏപ്രിൽ കാലമായതിനാലാണ് മഴ നന്നായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കാശ്മീരിൻ്റെ തനതായ സൗന്ദര്യം ഇപ്പോൾ കാണാൻ പാടായിരിക്കും. അത് കാരണം ചെളിയൊക്കെ ആയി തന്നെയാണ് വഴിയും പരിസരങ്ങളൊക്കെ കിടന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മലകളിലെല്ലാം നമുക്ക് സ്വമേധയാ വളരുന്ന നല്ല ഭംഗിയുള്ള പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ കാണാൻ സാധിക്കും. ആപ്പിൾ മരത്തിൽ ആപ്പിൾ നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് താഴെയൊക്കെ വീണ് കിടക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും വഴിയോരങ്ങളിലും വീടുകളിലും എല്ലാം. ഒന്ന് ഫിറോസ് ഭായി പറഞ്ഞായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ആപ്പിൾ മരത്തിലെല്ലാം പൂക്കൾ നന്നായിട്ട് വന്നിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. കായ്ച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ. പിന്നെ ആപ്പിൾ മരം പോലെയുള്ളത് പീച്ച് മരങ്ങളാണ്. അതും പൂവിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കടുക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മഞ്ഞ പൂക്കളുള്ള ചെടികളാണ് ഈ കടുക്. അതിൻ്റെ ഇടയിലായിട്ട് അവർ കേസറിൻ്റെ കൃഷിയും ഒത്തിരി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു പച്ച കളറാണ്. അപ്പോൾ ഈ രണ്ട് ചെടികളിങ്ങനെ ഇടകലർന്നാണ് അവിടെ മിക്ക സ്ഥലങ്ങളിലും ഒത്തിരി സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് ഇങ്ങനെ അവർ കൃഷി ചെയ്തിട്ടുള്ളത്. കാണാനും ഒരു നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രൈവർ ചേട്ടനെ ഇറക്കിയായിരുന്നു. ഈ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആ സിനിമയിൽ ഷാറൂഖ് ഖാനും കജോളൊക്കെ പാടി ഓടി നടന്ന പോലെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ചേട്ടൻ ഇടയ്ക്ക് നിർത്തി തന്നായിരുന്നു. പിന്നെ വഴിയോരങ്ങളിലെല്ലാം കൂടുതലും ഒരു പുരുഷ സമൂഹത്തിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൺകുട്ടികളും വലിയ പുരുഷന്മാരും അപ്പൂപ്പന്മാരും. സ്ത്രീകൾ പൊതുവേ ഉണ്ട്, പക്ഷേ കുറവായിരുന്നു വഴിയോരങ്ങളിലും എല്ലാം. സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള കുട്ടികളിൽ ഒക്കെ കാണപ്പെടുന്നുണ്ട്, പക്ഷേ സ്ത്രീകൾ പൊതുവേ എനിക്ക് കുറവായിട്ട് തോന്നി. പിന്നെ നല്ല സൗന്ദര്യമുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. വാർദ്ധക്യമായവർ മാത്രമേ ഉള്ളൂ കുറച്ച് സൗന്ദര്യത്തിലൊരു പിന്നോക്കം പോയി നിൽക്കുന്നവർ, അല്ലാതെ എല്ലാവരും നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് അവിടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.